ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു കൊത്തമരയ്ക്ക ആക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു 300-350 ഗ്രാം കൊത്തമരയ്ക്ക ഉണ്ട്. ഇത് ഞാൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കഷ്ണമായിട്ട് എടുക്കും. എൻ്റെ അപ്പുറവും ഇപ്പുറമൊക്കെ കളഞ്ഞിട്ട് പിഞ്ച് കൊത്തമരയ്ക്ക ആയിരിക്കണേ, മുറ്റിയതാകരുത്. ഇതിങ്ങനെ എടുത്തിട്ട് എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ 2-3 പീസായിട്ട് ഇങ്ങനെ കണ്ടിച്ചെടുക്കേ. ഞാൻ അന്നേരം അതുപോലെല്ലാം വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ കണ്ടിച്ചെടുക്കണം. അപ്പം ഞാൻ ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഇതിനകത്ത് കിഴങ്ങും കൂടി ഇടുന്നുണ്ട്. നമ്മുടെ കൊത്തമരയ്ക്ക എല്ലാം അരിഞ്ഞ് കൊണ്ടുവച്ചിട്ടുണ്ടേ. പിന്നെ അതിൻ്റെ കൂടെ ഇടത്തിന് 2 കിഴങ്ങും റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. പിന്നെ ഇതിന് വേണ്ടത്, ഇത് പിടിക്കട്ടെ, ഇതിന് വേണ്ടത് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയല്ല മല്ലി, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1/4 ടീസ്പൂൺ വലിയ ജീരകമില്ലേ, പെരുംജീരകം, അത്, പിന്നെ ഒരു 7-8 വെളുത്തുള്ളി. ഇതെല്ലാം കൂടി ഇതിനകത്തിട്ടൊന്ന് കറക്കിയെടുക്കാം, ചതയ്ക്കാം. അരയല്ല് പൊടിയല്ല്. ഇത് ഞാൻ ഒന്ന് പൊടിച്ചെടുക്കട്ടെ, അല്ല ചതച്ച് സ്റ്റൗ കത്തിക്കേ. നമുക്ക് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. വെളിച്ചെണ്ണ ഒഴിക്കുന്നേ. എണ്ണ ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായി. ഇതിനകത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. ഇതിനകത്ത് ഈ ചതച്ച എന്തല്ലേ മല്ലിയും വെളുത്തുള്ളി അതെല്ലാം കൂടി ഇട്ട് കൊടുക്കേ. ഇത് കുറച്ച് വെക്കും. ഇതിനകത്ത് ഒരു വലിയ സവാള അരിഞ്ഞതിട്ട് കൊടുക്കേ. അജയ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ നന്ദിയുണ്ട്. ഇതിനകത്ത് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ തീരെ കുറച്ചിട്ട് കൊടുക്കുക, ഇടയ്ക്കൊന്ന് കൂട്ടി കൊടുക്കാം, പിന്നെ കുറയ്ക്കുക. ഉള്ളി അധികം വഴന്നു പോവുക, മൂക്കൊന്നും വേണ്ടേ, ചെറിയൊരു വട്ടം. ഇനി അതിനകത്ത് ഈ അമരയ്ക്ക ഇല്ലേ, കൊത്തമരയ്ക്ക അരിഞ്ഞത്, അതിട്ട് കൊടുക്കേ. ഇനി ഇത് ശകലം വെള്ളം ഒന്ന് തളിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് ചെറിയ തീയിലിട്ട് ഒരു 2 മിനിറ്റ് വേവിക്കാം. തീ കുറച്ചിട്ടുണ്ട്. നമുക്ക് കവർ ചെയ്യട്ടെ. വെള്ളം ഒഴിക്കണം. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു, ശകലം. മതി. ഒരു 1/2 ഗ്ലാസ് വെള്ളം. തീ കുറച്ചിട്ടേക്കോ, ഈ തീ കിടന്നാൽ മതി. ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് 2 മിനിറ്റ് ഇതിങ്ങനെ കിടക്കട്ടെ. ഇതിങ്ങനെ കിടക്കട്ടെ, ചെറിയ തീയില. നമ്മുടെ കൊത്തമരം നോക്കേ. ഇതിനകത്ത് നമുക്ക് മസാല ചേർത്ത് കൊടുക്കേ.
1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പിരിയമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണിന് ഗരം മസാല പൗഡർ, എന്നിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് തീയിട്ട് കൊടുക്കാം. അമേരിക്കയൊക്കെ വലുതായിട്ടും ആരും കഴിക്കും. പക്ഷെ പണ്ടൊന്നും നമുക്ക് കൊച്ചിലൊന്നും നമുക്കാർക്കും ഇഷ്ടമല്ലായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു ഈ കൊത്തമരക്കൊന്നും. പിന്നെ 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 ഇതൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇത് തോരൻ വെക്കും, ചെറിയൊരു കവർപ്പന്നേ ഉള്ളൂ, പക്ഷേ ഇത് നല്ല ടേസ്റ്റ്. ഇങ്ങനെ ഉണ്ടായി കഴിക്കണേ. ഇനി ഇതിനകത്ത് 2 കിഴങ്ങ് അത് ഇട്ട് കൊടുക്കേ. കിഴങ്ങ് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഇനി തീ കുറയ്ക്കേ. ഇത് ചാറ് കറിയാണില്ലേ, നല്ല ഡ്രൈ ആയിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഇതുപോലെ തന്നെ കവർ ചെയ്ത് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. തീ തീരെ കുറച്ചിട്ടേക്ക് കേട്ടോ. നമ്മളെ കറി നോക്കേ. ചെറിയ തീയിൽ ഒരു 4 മിനിറ്റോളം കിടന്നേ. കിഴങ്ങ് നോക്കേ. ഓ എന്ത് ഇത് കിഴങ്ങ്, ഇത് വെള്ളം തളിച്ചു കൊടുക്കത്തില്ലേ കൊത്തമരക്കയുടെ, ആ വെള്ളം വറ്റി വരാറാകുമ്പോഴല്ലേ നമ്മൾ കിഴങ്ങിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഈ ഈർപ്പം, ഈ ആവിയും കൊണ്ട് കിഴങ്ങ് വെന്തോളും. പിന്നെ ഇതിൽ അങ്ങ് ഭയങ്കരമായിട്ട് ഇതാവത്തില്ല, അടി പിടിക്കത്തൊന്നുമില്ലേ. ഇനി ഇതിനകത്ത് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഉപ്പുണ്ടോ എന്ന് നോക്കണേ. ഇത് ഡ്രൈ അല്ല, വെള്ളം കറിയായിട്ട് അല്ല. അടിപൊളി ടേസ്റ്റാണ്. നല്ല കറിയായതേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് മതി. ഇനി ഒരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാൻ ഗ്യാസ് ഓഫാക്കേ. ഇനി ഇതൊന്ന് ഒരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. കൊത്തമരക്ക കഴിക്കാത്തവരും ഈ കറി കൊണ്ട് കഴിക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കഴിക്കാം. അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.